പ്രിയമുള്ളവരെ, ഈ നട്ടുച്ച നേരത്തും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ കേൾക്കുവാനും കാണുവാനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേക അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ഏറെ ആരാധ്യയായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. My dearest brothers and sisters, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, respected colleagues of the UDF who are here on stage with me, ഇവിടെ വേദിയിലുള്ള എന്റെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ സഹപ്രവർത്തകർ, thank you for coming to this meeting today. ഇന്ന് ഈ യോഗത്തിന് വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I know it's very hot also today, still you are all standing here waiting for me. എനിക്കറിയാം ഇന്ന് വലിയ ചൂടാണ്, പക്ഷെ നിങ്ങളെല്ലാം ഈ വെയിലത്ത് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. Whichever home I go to, wherever I pass through, whatever houses I pass, people are standing waiting for me. ഞാൻ ഏത് വീട്ടിൽ പോയാലും, ഞാൻ ഏത് വഴി കൂടെ പോകുമ്പോഴും ആളുകൾ ഈ റോഡ് അരികിലെല്ലാം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. Welcoming me into their homes, into their hearts. അവരുടെ ഹൃദയങ്ങളിലേക്കും വീടുകളിലേക്കും എന്നെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആളുകൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. You smile when you see me, you hug me, you kiss me. നിങ്ങൾ എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുകയാണ്, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കുകയാണ്, നിങ്ങൾ എനിക്ക് ഉമ്മകൾ തരികയാണ്. I think in the last 1 week that I have been here, I have not experienced so much love as in this 1 week. കഴിഞ്ഞ ഒരു ആഴ്ചയായി ഞാൻ ഇവിടെ ഉണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ച ഇവിടെ നിന്ന് അനുഭവിച്ചിട്ടുള്ള ഇത്രയും സ്നേഹം ഞാൻ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. It is really an honor for me. യഥാർത്ഥത്തിൽ ഇത് എനിക്ക് വലിയൊരു ആദരവ് തന്നെയാണ്. There can be no greater honor than this. ഇതിലും വലിയൊരു ആദരവ് എനിക്ക് കിട്ടാനേ ഇല്ല. That you see me, you smile, it makes you happy to meet me. This is a great privilege for any human being. നിങ്ങൾ എന്നെ കാണുമ്പോൾ ചിരിക്കുന്നു, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. And what can I say? You are a piece of my brother's heart. എനിക്ക് വേറെ എന്ത് പറയാൻ സാധിക്കും? നിങ്ങൾ എന്ന് പറയുന്നത്, ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ സഹോദരന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. You know, I have been observing politics since I was a child. നിങ്ങൾക്കറിയോ, ഒരു കുട്ടിയായിരുന്ന സമയം കൊണ്ട് തന്നെ അപ്പം മുതൽ തന്നെ ഞാൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളാണ്. This is the first time that I am fighting an election. But for 35 years I have been campaigning in elections. I have been watching politicians of all kinds. ആദ്യമായിട്ടാണ് ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പക്ഷേ 35 വർഷങ്ങളായി ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരം രാഷ്ട്രീയക്കാരെയും ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. And I have been observing also the relationship between people and their leaders. അത് മാത്രമല്ല, ഞാൻ നേതാക്കളും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നും ഞാൻ ശ്രദ്ധിച്ചു വരികയാണ്. And I think broadly speaking there are two kinds of leaders, two kinds of politicians. നമ്മൾ വിശാലമായിട്ട് പറയുകയാണെങ്കിൽ രണ്ട് തലത്തിലുള്ള നേതാക്കളുണ്ട്, രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയക്കാരുണ്ട്. One leader understands that no matter how much power he has, that power does not belong to him, it belongs to the people. ഒരു തരത്തിലുള്ള നേതാവിന് മനസ്സിലാകുന്നു, എത്രമാത്രം അധികാരം നേതാവിന്റെ കയ്യിലുണ്ടെങ്കിലും ആ അധികാരം നേതാവിന് ഉള്ളതല്ല. നേതാവിന്റെ അധികാരം എന്ന് പറയുന്നത് ജനങ്ങളുടെ അധികാരമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. That leader respects first and foremost the people who gave him power. ആ രാഷ്ട്രീയ നേതാവ് എന്ന് പറയുന്നത് ഏറ്റവും ഉപരിയായി, ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹത്തിന് അധികാരം നൽകിയ ജനങ്ങളെ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. For a leader like that, you can never become a number. You can never become just a vote. You can never become a way for himself to feel more powerful. അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാവിന് ജനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സംഖ്യയല്ല, ഒരു എണ്ണമല്ല. അവരെന്ന് പറയുന്നത് ഒരു സംഖ്യയും എണ്ണവും അദ്ദേഹത്തിന്റെ അധികാരം വളർത്താനുള്ള ഒരു ഉപകരണം, ഒരു വോട്ട് മാത്രമല്ല. Such a leader genuinely feels for your problems. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു. When you cry, his heart cries for you.
നിങ്ങൾ കരയുമ്പോൾ, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ നേതാവിന് നിങ്ങൾ കരയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയവും നിങ്ങൾക്ക് വേണ്ടി കരയുന്നു. When a tragedy happens, like the great tragedy that happened here a few months ago in Wayanad, വലിയൊരു ദുരന്തം നടക്കുമ്പോൾ, ഉദാഹരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന വയനാട്ടിൽ നടന്ന വലിയൊരു ദുരന്തം പോലെ ഒരു ദുരന്തം നടക്കുമ്പോൾ, such a leader who cares about people, who respects people, comes to you during that tragedy, not to take photographs with you, not to show himself in public, but to hold your hand, to wipe your tears, to understand your pain, and to help and support you to face it. അങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു നേതാവ് വരുന്നു നിങ്ങളെ കാണാൻ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളെ ചേർത്ത് പിടിക്കാൻ, അല്ലാതെ നിങ്ങളുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അങ്ങനെ ഒരു നേതാവ് വരുന്നത്. That has been the tradition of our politics since the time of Mahatma Gandhi. മഹാത്മാഗാന്ധിയുടെ കാലം മുതൽ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അത്തരം ഒന്നാണ്. Such a leader does not ask which religion you are from. അങ്ങനെയുള്ള ഒരു നേതാവ് ഒരിക്കലും നിങ്ങളോട് ചോദിക്കില്ല നിങ്ങൾ ഏത് മതത്തിൽപ്പെടുന്ന ആളാണെന്ന്. Such a leader does not ask what is your caste. അങ്ങനെ ഒരു നേതാവ് ഒരിക്കലും നിങ്ങളോട് നിങ്ങളുടെ ജാതി ഏതാണെന്ന് ചോദിക്കില്ല. Such a leader sees you as a brother, a sister, a son, a daughter, a mother, a father, a human being. അങ്ങനെ ഒരു നേതാവ് നിങ്ങളെ കാണുന്നത് ഒരു അച്ഛനായിട്ടാണ്, ഒരു അമ്മയായിട്ടാണ്, ഒരു സഹോദരനായിട്ടാണ്, ഒരു സഹോദരിയായിട്ടാണ്, ഒരു മകനായിട്ടാണ്, ഒരു മകളായിട്ടാണ്, അതിലുപരി ഒരു മനുഷ്യനായിട്ടാണ് നിങ്ങളെ കാണുന്നത്. That leader can become your guide. അങ്ങനെയുള്ള ഒരു നേതാവിന് നിങ്ങളുടെ വഴികാട്ടിയാവാൻ സാധിക്കും. He will put your needs before his. സ്വന്തം ആവശ്യങ്ങൾക്ക് ഉപരിയായി നിങ്ങളുടെ ആവശ്യങ്ങൾ അദ്ദേഹം പ്രധാനമായിട്ട് കാണും. And he will never see you as a tool or a pawn to get more power. അദ്ദേഹം ഒരിക്കലും കൂടുതൽ അധികാരം കിട്ടാനുള്ള ഒരു ഉപകരണമായി നിങ്ങളെ കാണില്ല. And then there is another kind of leader. അത് പറയുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് മറ്റു രീതിയിലുള്ള ഒരു നേതാവുണ്ട്. Another kind of politician. മറ്റൊരു രീതിയിലുള്ള രാഷ്ട്രീയക്കാരുണ്ട്. That politician sees you as a number. ആ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഇവിടെയുള്ള ജനങ്ങളെ നിങ്ങളെ വെറും എണ്ണങ്ങളായിട്ടാണ് കാണുന്നത്, സംഖ്യയായിട്ട്. He doesn't respect your love for him. നിങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന സ്നേഹത്തെ അവർ ബഹുമാനിക്കുന്നില്ല. He does not have the understanding that the power he gets comes from you. അത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് അവരുടെ കയ്യിലിരിക്കുന്ന അധികാരം എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് മനസ്സിലാകുന്നില്ല. And under him politics takes a different direction. അതുവരെ ആ വ്യക്തിയിലൂടെ രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായൊരു ദിശയാണുള്ളത്. So my sisters and brothers, my brother Rahul Gandhi is the first kind of leader. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യം ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറഞ്ഞോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്റെ സഹോദരനായ രാഹുൽ ഗാന്ധി. Who loves, respects and understands you. നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ബഹുമാനിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയ നേതാവാണ് എന്റെ സഹോദരനായ രാഹുൽ ഗാന്ധി. And in my view, Shri Narendra Modi is the other kind of leader. എന്റെ അഭിപ്രായത്തിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ ആളില്ലേ നിങ്ങളെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാള്, അങ്ങനത്തെ നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. Who will not hesitate to spread mistrust, to spread fear amongst you, to divide you as long as he stays in power. നരേന്ദ്രമോദിക്ക് അധികാരത്തിൽ നിലനിൽക്കാൻ വേണ്ടി നിങ്ങളുടെ ഇടയിൽ ഭയവും ദ്വേഷവും പരത്താനും നിങ്ങളെ വിഭജിക്കാനും ഒരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. This kind of leader, once in power, forgets about the needs of the public. ഈ തരത്തിലുള്ള രാഷ്ട്രീയ നേതാവിന് വേണ്ടത് അധികാരം മാത്രമാണ്. അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളെ പറ്റിയും പൂർണ്ണമായും മറക്കുന്ന ഒരാളാണ്. He has one single aim, to remain in power. അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയും അധികാരത്തിൽ ഇരിക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. And in the last 10 years we have seen what this has done to our nation. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം ഈ രാജ്യത്തിന് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ 10 വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. Unemployment is at an all-time high. ഈ രാജ്യത്തെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഏറ്റവും വർദ്ധിച്ച നിരക്കാണെന്നുള്ളത്. My sisters are suffering because of price rise. വിലക്കയറ്റം മൂലം എന്റെ സഹോദരിമാർ ബുദ്ധിമുട്ടുകയാണ്. Every single day is a struggle. ഓരോ ദിവസവും ഒരു ബുദ്ധിമുട്ടാണ്.
It does not matter how many members of a family are earning. You can still not go through your life without the kind of troubles you are facing today because of price rise. വിലക്കയറ്റം മൂലം നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര അംഗങ്ങൾ ജോലി ചെയ്താലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന്. And the policies of Narendra Modi ji's government are made only to benefit big business houses. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ എന്ന് പറയുന്നത് അതിസമ്പന്നരായ വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിനും അവർക്ക് ഗുണമുണ്ടാകുന്നതിനും വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. Look at the potential of Wayanad. വയനാട് എന്ന പ്രദേശത്തിന് എത്രമാത്രം സാധ്യതകൾ ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. The beautiful crops you grow. നിങ്ങൾ ഇവിടെ മനോഹരമായ വിളകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. Coffee, rubber, areca nut, pepper, cinnamon, such beautiful crops. നിങ്ങൾ കാപ്പിയുണ്ട്, റബ്ബറുണ്ട്, അടയ്ക്കയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, കുരുമുളകുണ്ട്, അങ്ങനെ മനോഹരങ്ങളായ വിളകളാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. In Delhi we don't get all this. ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒന്നും കിട്ടത്തില്ല. What we get has no scent, less taste, but over here it's fresh. I was saying in my last meeting, you take the cinnamon from Wayanad and you put it in water, the water goes red. And its scent is beautiful, taste is beautiful. In Delhi, we buy cinnamon, we put it in water, we boil the water, nothing happens. Same water. ഡൽഹിയിൽ കിട്ടുന്നതിന് ഇതുപോലെയുള്ള നല്ല സ്മെല്ല്, മണമില്ല, അതുപോലെ അതിന്റെ കളറ് മാറില്ല. മുമ്പത്തെ മീറ്റിംഗിൽ ഞാൻ പറയായിരുന്നു, ഇവിടുന്ന് കറുവപ്പട്ട വാങ്ങിച്ചുകൊണ്ട് പോയി ഞാൻ ഡൽഹിയിലിട്ട് വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ കളറ് ചുമക്കുന്നു. പക്ഷെ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചത് എത്ര നേരം വെള്ളത്തിലിട്ടാലും അതിന്റെ മണവും ഇല്ല, കളറും മാറുന്നില്ല. Your coffee has such a rich taste. ഇവിടുത്തെ കാപ്പിക്ക് എന്ന് പറയുന്നത് നല്ല സമ്പന്നമായ നല്ലൊരു സ്വാദാ ഇവിടുത്തെ കാപ്പിക്ക്. You have so much potential here. നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ട്. Look at the nature, natural resources you have, so much natural beauty. നിങ്ങൾ ഇവിടുത്തെ പ്രകൃതിയിൽ നോക്കൂ, നിങ്ങൾക്കുള്ള പ്രകൃതി വിഭവങ്ങൾ നോക്കൂ, എന്ത് മനോഹരമായ സൗന്ദര്യമുള്ള സ്ഥലമാണിത്. And you are wise people. അത് മാത്രല്ല, നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളും കൂടിയാണ്. All the poison that has been spread across our nation by the BJP and its politics has not touched you. ഈ രാജ്യത്ത് മുഴുവൻ BJP പരത്തുന്ന വിഷം ഉണ്ടല്ലോ, അത് ഇവിടുത്തെ ആളുകളായി നിങ്ങളെ തൊട്ടിട്ടില്ല ഇതുവരെ. You have stood for what is right. നിങ്ങൾ എന്താണോ ശരി അതിനു വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. You have stood for the truth. നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നവരാണ്. Every meeting I go to, I will see a Christian sister standing, a Muslim sister next to her, Hindu sister next to her, like friends, like sisters. ഞാൻ ഏത് മീറ്റിംഗിൽ പോവുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യൻ സഹോദരി ഉണ്ടായിരിക്കും, അതിൻ്റെ അടുത്തൊരു മുസ്ലിം സഹോദരി ഉണ്ടായിരിക്കും, അതിൻ്റെ അടുത്തൊരു ഹിന്ദു സഹോദരി ഉണ്ടായിരിക്കും. ഇവരെല്ലാം സുഹൃത്തുക്കളെ പോലെ നിൽക്കുന്നത് ഞാൻ ഓരോ മീറ്റിംഗിലും കാണുന്നുണ്ട്. You have immense possibilities from farming if the marketing of your goods, storage facilities and proper packaging facilities are there for you. നിങ്ങളുടെ കാർഷിക മേഖലയിൽ ഒരുപാട് ഭക്ഷ്യ സംസ്കരണത്തിനും അതുപോലെ സംഭരണശാലകളും നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനുമുള്ള സാധ്യതകളുണ്ടെങ്കിൽ, സംവിധാനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിൽ ഒരുപാട് സാധ്യതകളുണ്ട്. If we focus on food processing here, you can make so much progress, so much employment can be generated. നിങ്ങൾ ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പുരോഗതി ഉണ്ടാകും, ഒരുപാട് തൊഴിലവസരങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. But you have huge problems today. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് വലിയ പ്രശ്നങ്ങളുണ്ട്. Farmers are not getting compensation when their crops are destroyed due to rain. മഴ കൊണ്ട് വിളനാശം സംഭവിക്കുമ്പോൾ നമ്മുടെ കർഷകർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. They don't get the right price for their crops. ന്യായമായ വില കർഷകരുടെ വിളകൾക്ക് കിട്ടുന്നില്ല. Many of them are suffering because they have taken loans and they are unable to repay the loans. ഒരുപാട് കർഷകർ വായ്പ എടുത്തിട്ട് അവർക്ക് അത് തിരിച്ചടയ്ക്കാനാവാതെ ബുദ്ധിമുട്ടുകയാണ്. Here in this area you have attacks from wild boars and pigs. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് വന്യമൃഗങ്ങളിൽ നിന്ന്, പന്നികളിൽ നിന്ന് ഒക്കെ നിങ്ങൾക്ക് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. Your crops get destroyed, you don't get compensation. നിങ്ങളുടെ വിളകൾ നശിപ്പിക്കപ്പെടുന്നു, പക്ഷെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. Yesterday I met a family of brothers who are farming and they are disappointed. They feel there's no future for them in farming. ഇന്നലെ ഞാൻ കർഷകരായ സഹോദരന്മാരുടെ ഒരു കുടുംബത്തെ കണ്ടു. അവർക്ക് വളരെയധികം നിരാശയുണ്ട്. കാർഷിക മേഖല ചെയ്തിട്ട് ഈ കൃഷി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഒരു ഭാവിയില്ലെന്ന് അവർ കരുതുന്നത്. So much can be done to boost tourism here. ഇവിടെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ, പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. Better infrastructure,
ഒരുപാട് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. Here for you, I know that direct entry road into the Greenfield Highway is a very important issue. നിങ്ങൾക്ക് നേരിട്ട് ഗ്രീൻഫീൽഡ് ഹൈവേയിലേക്ക് പ്രവേശിക്കാവുന്ന ഒരു റോഡ് വലിയ പ്രശ്നമാണെന്ന് എനിക്കറിയാം. The development of your Thuvoor railway station is a big issue. നിങ്ങളുടെ തുവൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം നിങ്ങൾക്ക് ഒരു വലിയ പ്രശ്നമാണെന്ന് അറിയാം. All these things we can be worked out together so that tourism, firstly that you have better connectivity and the tourists also have better connectivity, so it will all boost tourism here. നമുക്കിവിടെ ഒരുപാട് ഒരുമിച്ച് ഇവിടെ കൂടുതൽ റോഡുകളൊക്കെ മെച്ചപ്പെടുത്തിയാൽ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരാൻ സാധിക്കും. ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ നമുക്ക് ശക്തിപ്പെടുത്താൻ സാധിക്കും. You have the potential here not just for tourism because of the beautiful natural beauty, but also for spiritual tourism with your temples and churches in Wayanad, and also for ecotourism. അത് മാത്രമല്ല, വിനോദസഞ്ചാര മേഖല എന്ന് പറയുമ്പോൾ പ്രകൃതി സൗന്ദര്യം വെച്ച് മാത്രമല്ല, ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, മോസ്കുകളുണ്ട്. ഇതൊക്കെ ചേർത്ത് ആത്മീയ ടൂറിസത്തിന്റെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരത്തിന്റെ സാധ്യതയും ഇവിടെയുണ്ട്. And yet basic facilities are also lacking. പക്ഷെ ഇവിടെ അതുപോലെ പല അടിസ്ഥാന സൗകര്യങ്ങളുടെയും കുറവ് നിങ്ങൾക്കുണ്ട്. Better healthcare, better higher education institutions, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം, അതുപോലെ മെച്ചപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, better facilities and infrastructure for young boys who are playing soccer and other sports. ഫുട്ബോളും അതുപോലെയുള്ള മറ്റ് കായിക വിനോദങ്ങളിലും ഏർപ്പെടുന്ന നമ്മുടെ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. My son plays a lot of soccer. എന്റെ മകൻ ഒരുപാട് ഫുട്ബോൾ കളിക്കുന്ന ആളാണ്. So I have been watching soccer for many years. അത് കാരണം എന്താ അറിയോ, ഒരുപാട് വർഷങ്ങളായി ഞാൻ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. And when I pass children playing soccer here, I can see they're playing with an aggression and energy and great motivation. ഞാൻ ഇവിടെ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കി പറ്റി, ഒരുപാട് ഊർജ്ജത്തോടു കൂടി, ഒരുപാട് പ്രചോദനത്തോടു കൂടി, ശക്തിയോടും ആവേശത്തോടു കൂടിയാണ് അവർ കളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. It makes me proud of them. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അവരെ കുറിച്ച് അഭിമാനം തോന്നി. I went and saw a little soccer match and I was sitting next to the young boys. And it also made me sad. ഞാൻ അവിടെ പോയി അവിടെ കുറച്ച് കുട്ടികൾ അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനത് കാണുകയായിരുന്നു. കുറച്ച് ചെറുപ്പക്കാർ ആൺകുട്ടികളുടെ അടുത്തിരുന്ന ഞാനത് കണ്ടത്. പക്ഷെ അപ്പോൾ ഒന്ന് എനിക്ക് കുറച്ച് വിഷമം തോന്നി. Because I felt, why shouldn't they have the facility that any other child gets? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം തോന്നിയെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കായിരുന്നു, ഈ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് മറ്റു കുട്ടികൾക്ക് ലഭിക്കുന്ന അതേ സൗകര്യങ്ങൾ കിട്ടാത്തത് എന്നാലോചിച്ചാണ് എനിക്ക് വിഷമം തോന്നിയത്. There's so much talent. Why shouldn't they be able to play in the best teams in the world? അവർക്ക് ഒരുപാട് കഴിവുണ്ട്. അവർക്ക് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമുകളുടെ കൂടെ അവർക്ക് കളിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? I know that there's a lot of migration from here because employment opportunities are less. ഇവിടെ തൊഴിലവസരങ്ങൾ കുറവായതുകൊണ്ട് ഇവിടെ നിന്ന് തൊഴിലിന് വേണ്ടി ഒരുപാട് പേര് കുടിയേറ്റം നടത്തുന്നുണ്ട്, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. And we need to put pressure to increase the international flights from Calicut airport and also to bring down a little bit the ticket rates so that you can easily go and meet your families. ഇവിടുന്ന് ഒരുപാട് പേര് പ്രവാസികളുള്ളപ്പോൾ കാലിക്കറ്റിൽ നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ഒരുപാട് അന്തർദേശീയ ഫ്ലൈറ്റുകൾ, വിമാനങ്ങളുടെ എണ്ണം നമുക്ക് കൂട്ടണം. അതുപോലെ തന്നെ വിമാനയാത്ര നിരക്കും നമുക്ക് കുറയ്ക്കണം. ഇത് നിങ്ങളുടെ ആവശ്യമാണെന്ന് എനിക്കറിയാം. So sisters and brothers, you can see both things together. Immense potential, immense capacity to grow and develop, and yet immense difficulties. എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ കാണാം. ഒരു വശത്ത് വളരാനും വികസിക്കാനുമുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, പക്ഷെ മറുവശത്ത് അതുപോലെ വലിയ പ്രശ്നങ്ങളും നിങ്ങൾ നേരിടുന്നുണ്ട്. This is happening because the politics in this country is not addressing the real issues that it should be addressing. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയാമോ? കാരണം ഈ രാജ്യത്തെ രാഷ്ട്രീയം യഥാർത്ഥത്തിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. This is happening because people like Sri Narendra Modi and other leaders of the BJP believe that by dividing you and spreading mistrust and spreading negativity, they can stay in power.
they are not answerable to you for the works and for the development of your lives. ഇത് എന്തുകൊണ്ടാണെന്ന് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? നരേന്ദ്രമോദിയുടെ കൂടെയുള്ള BJPയുടെ രാഷ്ട്രീയക്കാരും വിചാരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ ഭയവും ദ്വേഷവും വിദ്വേഷവും പടർത്തി അവർക്ക് അധികാരത്തിലിരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് പരിഹരിക്കാത്തതെന്ന് നിങ്ങളോട് ഉത്തരം പറയാൻ അവർക്ക് ബാധ്യതയില്ലെന്ന് അവർ കരുതുകയാണ്. And that's why today it is more important than any other time for you to cast your vote wisely. അതുകൊണ്ടാണ് മറ്റേത് സമയത്തെക്കാളും ഇന്നത്തെ സമയം ബുദ്ധിപരമായി നിങ്ങളുടെ വോട്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാവുന്നത്. I know you are wise. എനിക്കറിയാം നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. Because when the whole world had turned its back on my brother, it is you who recognize that this man is fighting for the truth. കാരണം ലോകം മുഴുവൻ എൻ്റെ സഹോദരനെതിരെ പുറംതിരിഞ്ഞു നിന്നപ്പോ നിങ്ങളാണ് മനസ്സിലാക്കിയത് അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടുകയാണെന്ന്. No matter what was being said about him, no matter how much money the BJP put into a campaign to spread lies about him, you did not believe that campaign, you believed in him. എന്റെ സഹോദരനെ പറ്റി എന്തൊക്കെ നുണകൾ പറഞ്ഞു പരത്തിയെങ്കിലും അത് പ്രചരിപ്പിക്കാൻ വേണ്ടി BJP എത്രമാത്രം പൈസ ചെലവാക്കി ഒരു പ്രചരണം നടത്തിയെങ്കിലും നിങ്ങൾ അത് വിശ്വസിച്ചില്ല. നിങ്ങൾ എന്റെ സഹോദരനൊപ്പം നിന്ന് അദ്ദേഹത്തിൽ വിശ്വസിച്ചു. You recognized the truth when you saw it. നിങ്ങൾ സത്യം കണ്ടപ്പോ ഇവിടുത്തെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു. You recognized the right kind of leadership and the right kind of politics. യഥാർത്ഥത്തിലുള്ള ശരിയായ രാഷ്ട്രീയം എന്താണ്, ശരിയായ നേതൃത്വം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. So I ask you today to think about not just yourselves and your daily problems and struggles, but also of India, of the nation that you belong to. അത് മാത്രമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ സ്വന്തമായ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കണമെന്ന്. And I ask you to vote for the values of our constitution, for the values on which our country was built, and for a politics that places you, the public, the people of India, far above anything else. ഞാൻ നിങ്ങളോട് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഈ രാജ്യത്തെ എന്തുമാത്രം അടിസ്ഥാന മൂല്യങ്ങൾ കൊണ്ടാണോ ഈ രാജ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടി നിൽക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാറ്റിനും ഉപരിയായി മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. Above power, above greed and above personal advancement. അധികാരത്തിനപ്പുറം, അത്യാഗ്രഹത്തിനപ്പുറം, വ്യക്തിപരമായ നേട്ടങ്ങൾക്കപ്പുറമുള്ള ഒരു രാഷ്ട്രീയം. For me, the love that you are showing me is, as Gandhiji used to say, is like a talisman. ശരിക്കും ഗാന്ധിജി പറഞ്ഞതുപോലെ നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് ഒരു ടാലിസ്മാൻ പോലെയാണ്. ഗാന്ധിജി പറഞ്ഞതുപോലെ It is a guide, it is a protection. നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ സംരക്ഷണമാണ്, എൻ്റെ വഴികാട്ടിയാണ്. And it is a reminder. അതൊരു ഓർമ്മപ്പെടുത്തലാണ് of what truly matters and what the truth is. സത്യം എന്താണ്, ഏറ്റവും പ്രധാനപ്പെട്ടത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് നിങ്ങൾ എനിക്ക് നൽകുന്ന സ്നേഹം. Each one of you welcoming in me into your hearts, into your homes, is a huge responsibility for me. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക് എന്നെ സ്വാഗതം ചെയ്യുന്നത് എനിക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ്. Each one of you is a duty. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കടമയാണ്. Each one of you is a commitment. നിങ്ങൾ ഓരോരുത്തരും എന്ന് പറയുന്നത് എൻ്റെ പ്രതിബദ്ധതയാണ്. My sisters here who are mothers like me will understand what I'm saying. ഇവിടെയുള്ള സഹോദരിമാർ, എന്നെ പോലെ അമ്മമാരായ എൻ്റെ സഹോദരിമാർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. Because that is how all of us mothers feel about our children. അങ്ങനെയാണ് നമ്മൾ എല്ലാ അമ്മമാർക്കും നമ്മുടെ കുട്ടികളെ കുറിച്ച് അങ്ങനെയാണ് തോന്നുന്നത്. No matter what our difficulties are, what we may be going through, whether we are suffering, but our children come first. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, നമുക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകൾ പോയിട്ട് നമ്മൾ അമ്മമാർക്ക് ഏറ്റവും ആദ്യം വരുന്നത് ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങളാണ്. And that is how I feel, having been given the love that you are giving me. നിങ്ങൾ എനിക്ക് ഇത്രയും സ്നേഹം തരുമ്പോൾ ഈ അമ്മമാർക്ക് തോന്നുന്നത് പോലെയാണ് എനിക്കും തോന്നുന്നത്.
For me, it will be a great honor to represent you in Parliament. നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുക എന്നത് എനിക്ക് കിട്ടാവുന്ന ഒരു വലിയ ആദരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. You are a great people with a great and strong spirit that symbolize everything that is beautiful about India. നിങ്ങൾ മഹത്തായ ഒരു ജനമാണ്. ഈ രാജ്യത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്താണോ അതിനെയൊക്കെ പ്രതിനിധീകരിക്കുന്ന ആത്മീയ ചൈതന്യമുള്ള മനോഹരരായ മഹത്തായ ആൾക്കാരാണ് നിങ്ങൾ. To serve you and to work for you will be a privilege for me. നിങ്ങളെ സേവിക്കുക എന്നുള്ളത്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് എനിക്ക് ലഭിക്കാവുന്ന ഒരു വിശേഷ സൗഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. And I want to tell you that all the works that my brother has started, I will carry them on with as much dedication and commitment. I will not disappoint you and I will not let you down. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സഹോദരൻ ഏത് പ്രവർത്തികൾ തുടങ്ങിയോ അതൊക്കെ കൂടുതൽ സമർപ്പണത്തോടുകൂടി ഞാൻ മുൻപോട്ട് കൊണ്ടുപോകും. ഒരിക്കലും ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. Thank you very much for all the love you have given me. നിങ്ങൾ എനിക്ക് നൽകിയ സ്നേഹത്തിന് ഒരുപാട് നന്ദി. And thank you for waiting here for me in the sun and in the heat. ഈ വെയിലത്തും ചൂടത്തും നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തു നിന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. I will come back and see you soon. ഞാൻ വേഗം തിരിച്ചു വന്ന് നിങ്ങളെ വീണ്ടും കാണാം. നന്ദി. Thank you. നന്ദി.